നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവോണം നക്ഷത്രക്കാരുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 31 വരെയുള്ള നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ കാലങ്ങളിൽ മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും കലഹത്തിന് ഇടയുണ്ടാകുകയും ഓഹരിയിൽ നിന്ന് ലാഭം ലഭിക്കുകയും ദീർഘകാലമായി ലഭിക്കാതിരുന്ന പണം ലഭിക്കുകയും സന്താനങ്ങളെക്കുറിച്ചോർത്ത് ദുഃഖിക്കുകയും താൽക്കാലിക ജോലി സ്ഥിരപ്പെടുകയും സിനിമ, നാടകം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലമാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും. പ്രമേഹ രോഗികൾ ആരോഗ്യം ശ്രദ്ധിക്കണം. കുടുംബ സ്വത്തിനെ ചൊല്ലി കുടുംബത്തിൽ കലഹം നടക്കുകയും പരിഹാരമായി ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ വക്കീലന്മാർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുകയും വഞ്ചിതരാകുവാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ചിലവ് നിയന്ത്രിക്കുകയും ഭൂമിയിൽ നിന്നോ കൃഷിയിൽ നിന്നോ ആദായം ലഭിക്കുകയും കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുകയും സസ്പെൻഷൻ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. വീട് വിട്ട് താമസിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നത്താൽ തിരികെ വരേണ്ടതായി വരും. ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉടലെടുക്കും. സഹപ്രവർത്തകരുടെ സഹകരണക്കുറവ് മനോവിഷമത്തിന് ഇടയാക്കും. പരീക്ഷകളിൽ വിജയം കൈവരിക്കും. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് ഉത്തമമാകുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ പുതിയ ജോലിയിൽ പ്രവേശിക്കുമെങ്കിലും യാത്രാദുരിതം കാരണം ജോലി ഉപേക്ഷിക്കുവാൻ സാധ്യതയുണ്ട്. ഗൃഹത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കുകയും ഓഹരി വ്യാപാരം എന്നിവയിലൂടെ ധനവരവ് ഉണ്ടാകുകയും മാതാവിന് ചികിത്സ വേണ്ടിവരികയും ഭൂമി, വാഹനം എന്നിവ സ്വന്തമാക്കുകയും ഉന്നത ബന്ധങ്ങൾ ഗുണം ചെയ്യുകയും ഫലമാകുന്നു. പരിഹാരമായി ശിവക്ഷേത്ര ദർശനവും ശിവന് ജലധാര നടത്തുന്നതും ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ യാത്രകൾ ഗുണകരമാകുകയും മനപ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വരികയും ഭാര്യയുമായി സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുകയും കേസുകളിൽ അനുകൂല വിധി ഉണ്ടാകുകയും ഫലമാകുന്നു. ജീവിത പങ്കാളിക്ക് അസുഖം ബാധിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങുവാൻ സാധിക്കും. കർമ്മമേഖലയിൽ ഉന്നതിയും പ്രശസ്തിയും ഉണ്ടാകുകയും കുട്ടികളുടെ അസുഖകാര്യങ്ങൾക്കായി ആശുപത്രിവാസം വേണ്ടിവരികയും സ്ഥലമാറ്റത്തിനും സാധ്യത കാണുന്നു. ജോലിയിൽ നന്നായി ശോഭിക്കുവാൻ കഴിയും. നേട്ടങ്ങൾ കൈവരിക്കുവാൻ കാലതാമസം നേരിടും. ധനം നഷ്ടപ്പെടുത്തരുത്. പരിഹാരമായി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുകയും മഹാവിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും ഉത്തമമാകുന്നു.